ഇന്ന് ഞാൻ കോട്ടയം പോവാണ്. സോ ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് കോട്ടയം പോകുന്നത്? വേറെ ഒന്നുമില്ല ഗൈസ്, നമുക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഗൈസ് പറ, നമ്മള് കെട്ടിക്കാൻ വേണ്ടി പോവാണ്. രാവിലെ ആണ് ട്രെയിൻ. അപ്പോൾ ഓക്കെ ഇജെന്തിനാ എനിക്ക് വരുന്നുണ്ടോ? കുറച്ച് സമയത്തിന് ശേഷം കോട്ടയം എത്തി. അവിടെ അവർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇവൻ ഡൽഹി. രാവിലെ തന്നെ കുട്ടാപ്പിട്ട് ഇറങ്ങിയതാ. കല്യാണം എപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് അപ്പൊ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാ. അപ്പോഴാണ് സോന വിളിച്ചത്. സോന മൈലാഞ്ചി ഇടാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ഡ്രസ്സുകൾ ക്യാൻസൽ ആക്കിയിട്ട് പെരേക്ക് പോകുന്നു. ഇവളാണ് നമ്മുടെ കഥയിലെ സോന. നമുക്കല്ലട്ട മൈലാഞ്ചിട്ട് എന്തൊക്കെ കഴിയുമ്പോൾ കാണിച്ചു. മൈലാഞ്ചിൽ കഴിഞ്ഞാൽ അവള് പോയി. കുറച്ചപ്പോ പൈച്ചു. കുട്ടാപ്പി ഇപ്പൊ പൈനാപ്പിൾ വന്നു. പൈനാപ്പിൾ നമ്പർ റാഹത്തായി സത്യം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ലേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ കുട്ടാപ്പി ഇപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് കേട്ടോ. ടാങ്കിൽ വെള്ളം ഇറങ്ങുമ്പോൾ ടാങ്കിൽ വെള്ളം നിറച്ചു. കുറച്ചൊന്നും അല്ലട്ടാ, കുറെ വെള്ളം നിറച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഡൽഹി എതുവും വന്നു. അപ്പോഴാണ് കുട്ടാപ്പി ഓർമ്മ ഇവിടെ ഡ്രസ്സ് ഇട്ടിട്ട് ക്ഷമിക്കാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല. അങ്ങനെ ഈ ഹംക്കിന് ഡ്രസ്സും പറ്റില്ല. കോട്ടയത്തെ എല്ലാ കടയിലും നമ്മൾ പിന്നെ നമ്മളൊക്കെ ഉണ്ടല്ലാതെ എന്ത് ലോകല്ല. ഒരു കാര്യം ഉറപ്പായി, ഈ ഡ്രസ്സ് ഇഷ്ടമായിട്ട്. പിന്നെ നമ്മൾ ടൈം കാര്യമൊന്നുമില്ല. കാരണം ഷോപ്പുകളെ കടക്കാനായിരിക്കും. ഇവിടുന്നെങ്കിലും എടുക്കണം വേണ്ട ഇങ്ങോട്ട് കൊണ്ടുപോയി. ഓടെ പോയിട്ട് എന്താ കാര്യം? അതന്നെ മെയിൻ പരിപാടി. ചൊറക്കോ കിക്ക് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ ഹെനക്കൊണ്ട് അടക്കണ് വരെ അങ്ങനെ ഡ്രസ്സ് എടുത്ത് പെരയിലെത്തിയപ്പോണ്ട് ഏതും ഡൽഹിയും കൂടി ഇരുന്ന് കൊത്തി. പിന്നെ ഞാൻ നോക്കിയില്ല, ഞാനും ഇറങ്ങി. അങ്ങനെ കുറച്ചു നേരം പോയി ഡൽഹി കോഞ്ഞിക്കര അയക്കുന്നു. അങ്ങനെ നമ്മള് വർക്ക് കഴിഞ്ഞപ്പോ 1:45 ഡൽഹിക്ക് പെരയെ പോകണം. പോവാൻ വണ്ടി ഉണ്ടെങ്കിലും അതിൽ എണ്ണയില്ല. പിന്നെ ഒന്നും നോക്കില്ല, കുട്ടാപ്പി വേണ്ടി തന്നെ ഡൽഹിയിലാക്കി കൊടുത്ത് വന്നു. കുട്ടാപ്പി ഡ്രസ്സ് കൊടുത്ത് സിംഗൊക്കെ ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരു ഫ്രണ്ട് ടൂറാണ് പറമ്പ് നടക്കുന്ന ചങ്ങായി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ആക്കണേ. അപ്പൊ ഓക്കെ ബൈ ഗൈസ്. രണ്ടാം ദിവസമായി ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇത് തന്നെ കുത്തല്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, ഇനി നമ്മുടെ വീഡിയോ എന്നും കളർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം കളർഫുൾ ആക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കുയ്യ തന്നെ കുത്തി വെച്ചാല് നമ്മുടെ പരിപാടിയുള്ള വേസ്റ്റ് വെള്ളം നമ്മുടെ എങ്ങനെ കുയിലേക്ക് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. നമ്മള് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുത്തിയിട്ടിപ്പോ കുറച്ചും കൂടി ഉണ്ടാക്കാൻ. ഓക്കെ, ഇവരാണ് ഇത് ചെയ്യുന്ന ആളട്ടോ. നമ്മള് കുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ പണിയൊക്കെ എടുക്കുന്നുണ്ട്. പണി എടുക്കുന്ന വേറെ എടുക്കുന്നുണ്ട്. ഇവനാണ് കോൺട്രാക്ട് ആയിട്ട് എടുക്കുന്നത്. ഫുള്ള് കുയിക്കാനുള്ള കോണ്ടാക്ട്. മറ്റേ മേരിക്കൊണ്ട് കുഞ്ഞാട് പഠിത്തമില്ല, ബിജുമാനെ കുയിക്കാം. അതുപോലെ ഫുള്ള് മേരിയല്ല രാമൻ ഫുള്ള് കുഴിച്ചിട്ട് ഓരോ ഉണ്ടാക്കി വെക്കും. അപ്പൊ നമ്മുടെ വ്ലോഗ് തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസമാവും. ഇന്ന് നമ്മൾ രാവിലെ തന്നെ എണീച്ചത് സാധനം വേഗം പോകാൻ വേണ്ടിയാണ്. പിന്നീടാണ് കഥകളെല്ലാം നടന്നത്. എന്താ പറയാനുള്ള കനവല്ലായിരുന്നെങ്കിൽ കാഴ്ചപ്പോ എല്ലാരും എത്തിയിട്ട് നമ്മൾ റീയൂണിയനാണ്. പാട്ടൊക്കെ ഉണ്ട്. കാശി പറ, ലൈഫ് എൻജോയ് ചെയ്യുക. ഇന്നൊരു സപ്ലൈ ചെയ്തിട്ട് വരുവാണ്. ഇന്നൊരു സപ്ലൈ ചെയ്തിട്ട് വരുവാണ്. നീലക്കില്ല, അതൊക്കെ മെമ്മറീസ് ആടാ. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ആർക്കും തന്നെ ഇല്ല. ഇനി എന്ന് കാണുന്നു ആർക്കും അറിയില്ല. ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇനി നമുക്ക് പരിപാടികളുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആൽവിൻ സാജനും കേരളത്തിന്റെ ജാസ്തിയും കൂടി വൈബാക്കാൻ ശ്രമിച്ചതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് ആദിത്യൻ അവിടെ കിടന്ന് മൈകുകയായിരുന്നു. കാരണം എന്ത്, കാറ്ററിങ്ങിനായി. അവിടെ ലൈവായി കണ്ടവർക്ക് അറിയാം, ആദിത്യൻ പിന്നെ അവിടെ കണ്ണിനുള്ളിനായി മാറുകയാണ് ചെയ്തത്. കാരണം ഒന്നേ ഉള്ളൂ, ആദിത്യൻ വിളമ്പാതെ ഒരു പേരും ചോറ് കഴിക്കാതെ അവിടുന്ന് പോയിട്ടില്ല. ആദിത്യൻ വെള്ളം കൊടുക്കലും ചോറ് കൊടുക്കലും മാത്രമായിരുന്നു ആദിത്യൻ അവിടെ ചെയ്തത്. കുട്ടമത്തവിടെ ഓളിനോൾ ആവാൻ പറ്റാത്ത സങ്കടം കുട്ടമത്തിന്റെ മുഖത്ത് ദൃശ്യമായി കാണാവുന്നതായിരുന്നു. ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയാതിരുന്ന കുറെ വിഷ്വൽസും ഇനിയും എന്റെ കയ്യിലുണ്ട്. അത് ഷോർട്സ് ആയിട്ട് ഞാൻ ഷോർട്ട് സൈറ്റിൽ ഇടുന്നതാണ്. കാരണം അത് ഇവിടെ ഇട്ടാൽ വീഡിയോ ഡ്യൂറേഷൻ കൂടുന്നു എന്നത് അനുസരിച്ചാണ് ഇവിടെ ഇടാത്തത്. അങ്ങനെ പരിപാടി അവിടെ തകൃതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്ര വലിയ പരിപാടിയൊന്നും ഇല്ല. ഇനി ബാക്കി നാളെയാണ്. ഞാൻ എങ്ങനെ വ്ലോഗ് ചുരുക്കാന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത്. കഴിഞ്ഞ 3 ദിവസം ഞാൻ ചുരുക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 5 മിനിറ്റ് വ്ലോഗാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇരുന്ന് കാണാൻ തന്നെ എല്ലാവർക്കും പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ അവിടെ എല്ലാവർക്കും സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ.